ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു, കുറച്ച് ഉപ്പും എടുത്തു. ആവശ്യത്തിന് ഉപ്പ് ആ ഗോതമ്പ് പൊടിക്കകത്ത് ഇട്ടിട്ട് അതിനെ ഇളക്കിയെടുക്കണേ. വെള്ളം ഒഴിച്ചിളക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കല്ലേ, കുറേശ്ശെ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണേ. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കയ്യിൽ ഒഴിച്ചിട്ട് അത് നനച്ചെടുക്കണം. കട്ട കെട്ടിയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ അത് ഓരോരുത്തരാണെങ്കിൽ കട്ട കെട്ടി മിക്സിയിലിട്ട് പൊടിച്ചൊക്കെയാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോൾ ആ കട്ട കെട്ടുകയുമില്ല, ആവശ്യത്തിന് നന്നായിട്ട് വരികയും ചെയ്യും. പുട്ടുണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ പുട്ട് കിട്ടുകയും ചെയ്യും. വറുത്തും പൊടിയാണ്, ഗോതമ്പ് പൊടി വറുത്തും ഓരോരുത്തർ ഉണ്ടാക്കും, വറക്കാതെ ഉണ്ടാക്കും. പക്ഷേ ഇത് ഞാൻ വറക്കാതെയാണ് എടുത്തത്. അങ്ങനെ നന്നായിട്ട് നനയ്ക്കണം. കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണേ. ഗോതമ്പ് പുട്ടാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അസുഖക്കാർക്ക് ഷുഗറുകാർക്കൊക്കെ കഴിക്കാമല്ലോ. പക്ഷേ അരിപ്പുട്ടാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇത് സാധാ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ നനയ്ക്കുകയാണ്. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് അഴുക്കണം. ഇച്ചിരി താമസം എടുക്കും, നനച്ച് കിട്ടാൻ ഇച്ചിരി താമസം എടുക്കും. എന്നാലും ഉണ്ടാക്കി വരുമ്പോൾ നന്നായിരിക്കും. കട്ട വല്ലതും ഉണ്ടെങ്കിൽ അത് ഉടച്ച് കളയുകയും ചെയ്യണം. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു. പഴം ഏതായാലും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം നനച്ച് എടുക്കണം. നനച്ചെടുക്കാൻ ഇപ്പം പ്രയാസമാണ്. നമ്മൾ പ്രയാസം കാരണം പെട്ടെന്ന് വെള്ളം ഒഴിച്ച് ഉഴയ്ക്കാൻ പോയാൽ കട്ട പിടിക്കുകയും ചെയ്യും. വലിയ പാത്രത്തിലെടുത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാവുന്ന കണ്ടാണ് വലിയ പാത്രം എടുത്തത്. ചെറിയ പാത്രത്തിലിടാൻ പോയാൽ നനയ്ക്കാൻ വെച്ച പ്രയാസമല്ലേ, അത് കാരണം വലിയ പാത്രം എടുത്ത്. ആശീർവാദ് ഗോതമ്പ് പൊടിയാണെങ്കിൽ അതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ നല്ലതാണ്. ഞാൻ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് കിട്ടിയായിരുന്നു പൊറോട്ട. ഇത് സാധാ ഗോതമ്പ് പൊടിയാണ്. പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നീട് ഞാൻ നിങ്ങളെ കാണിക്കാമേ. അങ്ങനെ എല്ലാം നന്നായിട്ട് നനച്ചെടുത്തു കേട്ടോ. കട്ടയൊന്നും കെട്ടിയില്ല, നല്ല കറക്റ്റായിട്ട് നനച്ചെടുത്തു. ഇനി നമുക്ക് ഉണ്ടാക്കണമല്ലോ. നമുക്കിനി ഉണ്ടാക്കിയിട്ട് വരാമേ. ഒരു കട്ടയില്ല, ഒന്നുമില്ല. അപ്പോൾ അതിനായിട്ടിനി പിന്നെ തേങ്ങ ഞാൻ പൊടിച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതെടുത്തിട്ട് പൊടിച്ച തേങ്ങായ കുറ്റിക്കകത്തിട്ട് നമ്മൾ ആ നനച്ച പൊടിയും വാരിയിട്ടിട്ട് പുഴുങ്ങാനെടുക്കണേ. അങ്ങനെ ആ കുറ്റിക്കകത്തെ പൊടികളെല്ലാം വാരിയിട്ട് പിന്നെ 3 തേങ്ങ പൊടിച്ചത് ഇടും ഓരോരുത്തർ. പക്ഷെ ഞാൻ 2 ലെയറായിട്ട് ഇടുന്നുള്ളേ. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ ആ നനച്ച പൊടി ഇട്ടു, പിന്നെ അവസാനവും കുറേ ആ തേങ്ങ ഇടണം. അപ്പോൾ ഒരു കുറ്റിയായിട്ട് ഇങ്ങനെ ഒന്നിച്ച് കിട്ടും. അല്ലെ 2ആയിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വരികയും ചെയ്യും. ഇനി നമുക്ക് ഉണ്ടാക്കണമല്ലോ. ഇനി ഉണ്ടാക്കിയിട്ട് വരാമേ. അത് അടച്ചിട്ട് ആവി പോകാതിരിക്കുമല്ലോ ഈ അടപ്പ് കൊണ്ട് അടച്ചാൽ. ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. കുറ്റി വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം പറ്റാതെ നോക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ അതിൻ്റെ കുടത്തിനകത്ത്. അങ്ങനെ പുട്ട് റെഡിയായേ. ഉണ്ടോ, നല്ലതായിട്ട് ഒരു കുറ്റിയായിട്ട് കിട്ടിയില്ലേ പുട്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്, കട്ടയൊന്നും കെട്ടിയില്ല, നല്ലതായിട്ട് കിട്ടി. കണ്ടോ, അങ്ങനെ കറക്റ്റായിട്ട് നനച്ചെടുത്താൽ ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് പുട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങളിങ്ങനെ ഒന്ന് നോക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.